പ്രിയപ്പെട്ടവരെ നമസ്കാരം. യൂട്യൂബ് ബോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ മാത്തറയിലെ ഒരു സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഏവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ ഫാസ്റ്റ് ഫുഡ് ഉദ്യമിന്റെ ക്ലാസ് റൂം. നാളത്തെ കോഴിക്കോട്ടെ അല്ലെങ്കിൽ കേരളത്തിലെ ഫാസ്റ്റ് ഫുഡുകൾ പുതിയ പുതിയ രൂപത്തിലും ഭാവത്തിലും വരുന്നതിന് ഇവരുടെ മനസ്സിൽ നിന്ന്, ഇവരുടെ കൈകളിൽ നിന്നുമാണ്. ഇവർക്ക് വേണ്ടി നമ്മളുടെ സർക്കാർ സംവിധാനങ്ങളും കാനറ ബാങ്കും ആർസിറ്റിയും ശക്തമായ പിൻബലം ഓഫർ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇവരാവാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്കും കൂട്ടമായിട്ടും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏവർക്കും ആർസിറ്റിയുടെയും കാനറ ബാങ്കിന്റെയും ഈ സൗജന്യ തൊഴിൽ പരിശീലന സംവിധാനത്തിലേക്ക് സ്വാഗതം. പേപ്പർ ബാഗ് നിർമ്മാണ പഠനം എങ്ങനെ? സൂപ്പറാണ് ഇത്. ഞാനൊക്കെ വന്നതെന്ന് വെച്ചാൽ ഞങ്ങളെ കുടുംബശ്രീ തന്നെ ഉണ്ടാക്കുന്ന ചെറിയ പ്രോഡക്റ്റ് പാക്ക് ചെയ്യാനുള്ള ചെറിയൊരു പാക്ക് ഇത് ഉണ്ടാക്കുക എന്നുള്ള ഒരു സംഗതിന് വേണ്ടിയിട്ട് വന്നത്. പക്ഷെ ഇത് അതൊന്നും അല്ലത്, അതൊക്കെ ഒരുപാട് മേലെയാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഇതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ വലിയ ഉയരങ്ങളിൽ എത്താന്നുള്ളത് വരെ സാർ പഠിപ്പിച്ചു തന്നു. ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്. ഞങ്ങൾ ഇങ്ങനെ നിന്നാൽ പോരെ, ഞങ്ങൾക്ക് ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് ഈ പ്രായത്തിലും എത്തിപ്പെടാന്നൊക്കെ സാറ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഞങ്ങൾക്ക് വല്ലാത്തൊരു എന്താ പറയാ, ഞങ്ങൾക്ക് ഭയങ്കര ആത്മവിശ്വാസമാണ് വന്നിട്ടുള്ളത്. അപ്പോ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ വന്നത്, ചെറുത് പ്രതീക്ഷിച്ച് വന്നിട്ട് ഞങ്ങൾ ഇപ്പൊ എവിടെയാണ്. ഇവിടെ നല്ല ക്ലാസ് ആണ്, മോട്ടിവേഷൻ ക്ലാസ്സും ഉണ്ട്. സാധാരണ വീട്ടിൽ നിൽക്കുന്നവർക്ക് അത്ര പുറത്തിറങ്ങി എല്ലാവരോടും ആളുകളോട് സംസാരിക്കാനുള്ള മടിയൊക്കെ ഇവിടുന്ന് മാറ്റി ഇവരെ എടുക്കുന്നുണ്ട്. അതിനുള്ള ക്ലാസ് ആണ് രാവിലെ നടത്തുന്നത്. പിന്നെ ബാങ്കിങ്ങിനെ കുറിച്ചും ബാഗ് ഏതൊക്കെ രൂപത്തില് ഏതൊക്കെ വലിപ്പത്തില് കേക്കിൻ്റെതായാലും മൊബൈൽ ഷോപ്പിൽ കൊടുക്കുന്നതും പല അളവിലുള്ളത് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അത് ആർസിറ്റിന്റെ ഒരു മികവായിട്ടാണ് കാണുന്നത്. പിന്നെ എല്ലാം വീട്ടിലേക്ക് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി തരുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലപോലെ അത് ഉപകാരപ്പെടുന്നുണ്ട്. ഇവിടുന്ന് എല്ലാം കൂടി ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ലല്ലോ, 10 ദിവസത്തെ ക്ലാസ് ആയതുകൊണ്ട്. ഇവിടെ വന്നിട്ടുള്ളത് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതിൽ അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും A to Z ഇവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വരുമ്പോ വിചാരിക്കും ഫാസ്റ്റ് ഫുഡ് എന്ത് ക്ലാസ് ആയിരിക്കും ഇവിടെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നാലാണ് നമുക്ക് ഇതിന്റെ എല്ലാ A to Z കാര്യങ്ങളും ഇവിടുന്ന് നമുക്ക് തരുന്നത്. പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് നമുക്ക് വനിതകൾക്കായാലും എങ്ങനത്തെ ഏജിലുള്ള ആളുകൾക്കായാലും സ്വയം പ്രാപ്തരാക്കി ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളെ കൂടെ തന്നെ ഇവര് ഉണ്ട്. ഈ ആർസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന്റെ ആളുകൾ നമ്മളെ ബാക്കിൽ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ബിസിനസ് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ ടെൻഷൻ ഉണ്ടാവും, എങ്ങനെയാണ് ഇതിന്റെ ഫിനാൻഷ്യലി ഒക്കെ. അപ്പൊ ബാങ്കും ഇതിന് സപ്പോർട്ടായിട്ട് നമ്മളെ കാനറ ബാങ്ക് കാര്യങ്ങളൊക്കെ നമ്മളെ ബാക്കിൽ തന്നെ അവര് എവറി മൂമെന്റ് നമ്മളെ ബാക്കിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ കയ്യും കാലും ശരിക്കും പറഞ്ഞാൽ പിടിക്കണ്ട. നമ്മൾ ഇവിടെ 12 ദിവസത്തെ പല കോഴ്സസ് ഉണ്ട് കേട്ടോ. ബാഗിൻ്റെതുണ്ട്, പിന്നെ അച്ചാറ്, പപ്പടം, പൗഡർ, പിന്നെ മൊബൈൽ സർവീസ്, അങ്ങനെ എത്രയോ ഒരു തരം കോഴ്സസ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും വന്നിട്ടാണെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണെങ്കിൽ ഇവിടെ വന്നാൽ വരുന്നതിന് ഒരു നഷ്ടം ഉണ്ടാവില്ല. പക്ഷെ സാഹചര്യം നോക്കിയിരുന്നാല് എല്ലാ അവസരങ്ങളും നഷ്ടപ്പെടും. എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും അത് മറികടന്നിട്ട് ഇവിടെ എത്തണം എന്നുള്ളതാണ് എൻ്റെ ഇവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. എന്താണ് ഇത് ഇവിടെ വന്നതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ്? ഇവിടെ നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കി പഠിപ്പിച്ചു തരികയും പുറമെ ക്ലാസ്സുകൾ എടുത്തു തരികയും ഒക്കെ ചെയ്തു. എന്താണ് നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ശുചി. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ് ഈ ഒരു പേപ്പർ ബാഗ് നിർമ്മാണത്തിന്റെ? എക്സ്പീരിയൻസ് പറഞ്ഞാൽ നല്ലൊരു ക്ലാസ്സാണ് എനിക്ക് സാർ ചെയ്തു തരുന്നത്. ഇപ്പം വീട്ടിൽ നമുക്കൊരു ജോലി എന്നാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടിട്ടാണ് വന്നത്. ഞങ്ങൾ മറ്റൊരു വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് നമ്മൾ ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന സമയം ഒഴിവാക്കിയിട്ട് ചെറിയൊരു ഏണിങ്സ് ഉണ്ടാക്കാന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് വന്നത്. പക്ഷെ ഈ ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. അത്രയും നല്ല ക്ലാസ്സാണ് ഞങ്ങൾക്ക് സാർ ഇവിടെ ചെയ്തു തരുന്നത്. ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട്, അതും കറക്റ്റായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാ രീതിയിലും എല്ലാ സഹായങ്ങളും ഇതിനെ പറ്റിയിട്ടുള്ള സഹായങ്ങളും ബാങ്കിങ്ങിനെ പറ്റിയിട്ടും അതേപോലെ ഏത് തരം ബാഗ് ഉണ്ടാക്കണം എന്നുള്ളത് ഇതിനെ പറ്റിയിട്ടും സാറ് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഓരോ അളവും കൃത്യമായിട്ട് എന്തിനുള്ള ഉപയോഗിക്കണം, എങ്ങനെയാണ് ചെയ്യുന്നത്,
ഗംസ് എങ്ങനെയാണ് അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ട് തന്നെ ക്ലാസ് നല്ല നീറ്റായിട്ടാണ് പോകുന്നത്. പറ നിങ്ങളൊരു എക്സ്പീരിയൻസ് പറ. സാറ് ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും തരുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. സാറ് ഞങ്ങളെ എന്താ പറയാ ഒരു സംരംഭം തുടങ്ങാൻ ഞങ്ങൾക്ക് ഏറ്റവും മുഖ്യമായ ഒരു ഘടകം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സാറാണ്. അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് ഉപയോഗപ്പെടുത്തി നല്ല ബിസിനസ് സ്വപ്നങ്ങളിലേക്ക് കടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിതീഷ് സാറിന്റെ അടുത്താണ്, ഇവിടുത്തെ ഫാക്കൽറ്റിയാണ്. സാറിന്റെ അടുത്ത് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഒന്നറിയാം. എങ്ങനെയാണ് സാർ, എന്താണ് വേർഡ്സ്, ഐ മീൻ സാറിന്റെ എക്സ്പീരിയൻസ് എന്താണ്? അതായത് നമ്മള് സാധാരണ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയല്ല, ഇവിടെ പ്രധാനമായിട്ടും EDP ട്രെയിനിങ്ങുകളും അതുപോലെ തന്നെ സ്കിൽ ട്രെയിനിങ്ങുകളാണ് കൊടുക്കാറുള്ളത്. ഇപ്പൊ 45 വയസ്സ് താഴെ ഉള്ളവർക്കാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഒരുപാട് ആളുകൾ ഇപ്പം നിലവിൽ ഇപ്പോൾ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്ത് സ്വന്തമായിട്ട് പല സംരംഭങ്ങളും ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ വന്ന ആളുകളൊക്കെ തന്നെ ഇപ്പൊ പുതുതായിട്ട് ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി അതിന്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എത്തിയത്, അതിന് ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് യൂത്തിനെ സെൽഫ് എംപ്ലോയിഡ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് സംരംഭം തുടങ്ങി മറ്റുള്ളവർക്കും കൂടി തൊഴിൽ കൊടുക്കുന്ന ലെവലിലേക്ക് ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സംരംഭകത്വ പരിശീലനത്തിന് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റുക? 18 വയസ്സിനും 45 വയസ്സിനും ഇടയ്ക്കുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ്. അവിടെ മിക്ക കോഴ്സുകൾക്കും അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയുടെ ഒരു പ്രശ്നം പോലും ഇല്ല. നമുക്ക് വളരെ ബേസിക് വിദ്യാഭ്യാസമുള്ള ആളുകൾ മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റോ അല്ലെങ്കിൽ അതിനേക്കാൾ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ കഴിഞ്ഞവരുൾപ്പെടെ ഇവിടെ വരുന്നുണ്ട്, കോഴ്സ് ചെയ്യുന്നുണ്ട്. ഈ ഇത്തരം ഒരു പരിശീലനം സിദ്ധിക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപയാണ് നിങ്ങൾ ഫീസ് ഇനത്തിൽ ഈടാക്കുന്നത് ഒരു ഉദ്യോഗാർത്ഥിയിൽ നിന്ന്, അതല്ലെങ്കിൽ ഒരു ഒരു സ്റ്റുഡന്റിൽ നിന്ന്? ഫീ എന്നൊരു സംഗതിയില്ല, അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഫീ അല്ലെങ്കിൽ ഇതിന്റെ എല്ലാ എക്സ്പെൻസുകളും, അതിന് വേണ്ടുന്ന മെറ്റീരിയൽസ്, അതേപോലെ തന്നെ അവരുടെ ഫുഡ്, അക്കോമഡേഷൻ ഉൾപ്പെടെ എല്ലാം ഗവൺമെന്റ് ആണ് വഹിക്കുന്നത്. സ്പോൺസർ ചെയ്തിരിക്കുന്ന ബാങ്കുകളാണ് ഇനിഷ്യലി സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ കൂടി ഫൈനലി മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് റീഇംബേഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. സാറിന്റെ വിശേഷങ്ങൾ കേട്ടു, ഇവിടുത്തെ സൗകര്യങ്ങൾ കണ്ടു, ഉദ്യോഗാർത്ഥികളെ പരിചയപ്പെട്ടു, വളരെ സന്തോഷം. ഏതായാലും ഈ ഒരു അവസരം ഒരുക്കി തന്നതിന് കനറ ബാങ്ക് RCTക്കും വിശിഷ്യ ഷർഫുദ്ദീൻ സാറിനും പ്രത്യേകം നന്ദി. ഇവിടെ കണ്ട പരിശീലനാർത്ഥികൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യൂട്യൂബ് ഓപ്സ് മറ്റൊരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.